അപ്രഖ്യാപിത നിയമന നിരോധനം നിലനിൽക്കുമ്പോഴും കേരള വാട്ടർ അതോറിറ്റിയിൽ പിൻവാതിൽ നിയമനം വ്യാപകം. ഒരു വർഷത്തിനിടയിൽ മീറ്റർ റീഡർ തസ്തികയിൽ 2702 പേരെയാണ് താൽക്കാലികമായി നിയമിച്ചത്. PSC റാങ്ക് ലിസ്റ്റിനെ നോക്കുകുത്തിയാക്കിയാണ് നിയമവിരുദ്ധ നിയമനങ്ങൾ തകൃതിയായി നടക്കുന്നത്. റിപ്പോർട്ട്. പിൻവാതിൽ നിയമനങ്ങളുടെ ഇരകളായി മാറുകയാണ് വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ PSC റാങ്ക് ഹോൾഡേഴ്സ്. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് 2 വർഷം പിന്നിടുന്നു. ഇതുവരെ നിയമനം ലഭിച്ചത് 30 പേർക്ക് മാത്രം. പക്ഷേ മീറ്റർ റീഡർ തസ്തികയിൽ താൽക്കാലിക നിയമനങ്ങൾ തകൃതിയാണ്. യോഗ്യതാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് മീറ്റർ റീഡർ തസ്തികയിലെ താൽക്കാലിക നിയമനങ്ങൾ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 2702 പേരെ നിയമിച്ചതായി വിവരാവകാശ രേഖകളിലൂടെ വ്യക്തമാകും. വാട്ടർ അതോറിറ്റിയുടെ പ്രത്യേക നിയമങ്ങളെല്ലാം മറികടന്നാണ് സ്വന്തക്കാരെ കുത്തിനിറയ്ക്കുന്നത്. പിൻവാതിൽ നിയമനം ലഭിച്ചവരിൽ ഭൂരിഭാഗവും സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവരാണെന്നും ആക്ഷേപമുണ്ട്. അപ്പോൾ TSR റൂളിനെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഈ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ ടെക്നിക്കൽ യോഗ്യതയില്ലാത്തവരെ താൽക്കാലികമായി പോലും ഈ വകുപ്പിൽ ഈ തസ്തികയിൽ ജോലി ചെയ്യാൻ നിർത്തരുത് എന്നുള്ള കോടതി ഉത്തരവിനെ പൂർണ്ണമായി ലംഘിച്ചിരിക്കുകയാണ്. ഒരു വർഷത്തെ പ്ലംബിംഗ് ട്രേഡ് ഡിപ്ലോമയാണ് മീറ്റർ റീഡർ തസ്തികയിലെ സാങ്കേതിക യോഗ്യത. പക്ഷേ പിൻവാതിൽ നിയമനങ്ങൾക്ക് യോഗ്യത ഒരു മാനദണ്ഡമേ അല്ല. രാഷ്ട്രീയ നേതൃത്വം പിൻവാതിലൂടെ നിയമനം നിർബാധം തുടരുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് PSC റാങ്ക് പട്ടികയിൽ ഇടം നേടിയവരുടെ അവസരമാണ് നഷ്ടമാകുന്നത്. ഇനിയെങ്കിലും ഉദ്യോഗാർത്ഥികളോട് ഭരണകൂടം നീതി കാട്ടുമെന്ന് പ്രതീക്ഷിക്കാം. റിപ്പോർട്ടർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, 2702 പേരെയാണ് താൽക്കാലികമായി നിയമിച്ചത്. PSC റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കുമ്പോഴാണ് ഈ താൽക്കാലിക നിയമനം എന്നതാണ് ഏറെ ഗൗരവമാകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? നമ്മൾ തുടർച്ചയായിട്ട് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ വിവിധ വകുപ്പുകളിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ ഈ തസ്തികകളിൽ നിയമനം നടക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ താൽക്കാലിക നിയമനം നടത്തുന്നതാണ്. ഇതേ അവസ്ഥയാണ് സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ കാര്യത്തിലും. ഇവിടെ എന്താണ് സംഭവിച്ചത് റോഷിപാൽ? അരുൺകുമാർ, നമുക്കറിയാം സംസ്ഥാനത്ത് വാട്ടർ അതോറിറ്റിയിൽ ഏത് സർക്കാർ ഭരിക്കുമ്പോഴും കൃത്യമായി രാഷ്ട്രീയ ഇടപെടലിലൂടെയുള്ള പിൻവാതിൽ നിയമനങ്ങൾ പതിവാണ്. ഇത്തവണയും മാറ്റമില്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോഴും 100 കണക്കിന് പേരെ ഇത്തരത്തിൽ പിൻവാതിലൂടെ വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ തസ്തികയിൽ നിയമിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മീറ്റർ റീഡർ തസ്തികയിൽ ജോലി ചെയ്യണമെങ്കിൽ അതിന് സാങ്കേതിക പരിജ്ഞാനം അനിവാര്യമാണ്. അത് പ്രത്യേക നിയമത്തിൽ തന്നെ കൃത്യമായി സാങ്കേതിക പരിജ്ഞാനം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ തരത്തിൽ യാതൊരു യോഗ്യതയുമില്ലാത്ത ആളുകളെ കുത്തിനിറക്കുകയാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ ചെയ്യുന്നത്. ഏതാണ്ട് ജല കണക്ഷൻ വർദ്ധിക്കുമ്പോൾ ഏതാണ്ട് 40,000-ന് മുകളിലേക്ക് കണക്ഷൻ ഉയരുന്ന ഘട്ടത്തിൽ പോലും അത് കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കാൻ മീറ്റർ റീഡിംഗ് എടുക്കാനുള്ള ഉദ്യോഗാർത്ഥികൾ ഇല്ല എന്നത് വലിയ വെല്ലുവിളിയാണ്. ജീവനക്കാർ ഇല്ല എന്നത് വലിയ വെല്ലുവിളിയാണ്. ആ ഘട്ടത്തിലാണ് അത് മുതലെടുത്തുകൊണ്ട് നേരെ താൽക്കാലിക ജീവനക്കാരെയും കരാർ ജീവനക്കാരെയും ഈ മീറ്റർ റീഡർ തസ്തികയിലേക്ക് നിയമിക്കുന്നത്. ഇവർക്കാണെങ്കിൽ യോഗ്യതയില്ല. മറുഭാഗത്ത് PSC റാങ്ക് പട്ടികയുണ്ട്. 2 വർഷമായി റാങ്ക് പട്ടിക പുറത്തിറങ്ങിയിട്ട് അതിൽ നിന്നും ആകെ ഈ കാലഘട്ടത്തിൽ നിയമിച്ചത് 30 പേരെ മാത്രമാണ്. നിലവിൽ PSCക്ക് കൈമാറിയ ഏതാണ്ട് 130ഓളം ഒഴിവുകളുണ്ട്. ആ ഒഴിവുകളിൽ പോലും നിയമനം നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം. എന്തുകൊണ്ടാണ് നിയമനം നടത്താത്തത് എന്നതിന് ഒരു വ്യക്തമായ മറുപടി നൽകാൻ ജല അതോറിറ്റി തയ്യാറാകുന്നില്ല എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇപ്പോൾ ഇത് വാട്ടർ അതോറിറ്റിയിലാണ് സംഭവിച്ചതെങ്കിൽ സിവിൽ സപ്ലൈയുടെ കാര്യത്തിലുമുണ്ട്. ഒരു പ്രേക്ഷകൻ പറയുന്നു, സിവിൽ സപ്ലൈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലും റാങ്ക് ഹോൾഡേഴ്സിന്റെ അവസ്ഥയും ഇതാണ് എന്ന് ഗായത്രി രാജീവ് കുമാർ പറയുന്നു. അതായത് റോഷി, ഇത് വാട്ടർ അതോറിറ്റിയിൽ മാത്രമുള്ളതല്ല, സർവകലാശാലയിൽ മാത്രമുള്ളതല്ല, പല വകുപ്പുകളിലും ഇതേപോലെ താൽക്കാലിക ജീവനക്കാരെ കുത്തി നിറച്ചുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റിനെ നോക്കുകുത്തിയാക്കുന്നത്, അല്ലേ? ഒരു സംശയവുമില്ല. PSC റാങ്ക് പട്ടിക പുറത്തിറങ്ങും. അത് പൂർണ്ണമായും അവഗണിക്കും. താല്പര്യമുള്ള ആളുകളെ, സ്വന്തക്കാരെ കൃത്യമായി പിൻവാതിലൂടെ, അതും യോഗ്യതയില്ലാത്തവരെ പല തസ്തികകൾ നിയമിക്കുന്നതാണ് പതിവ്. ആ പതിവ് തെറ്റുന്നില്ല. അത് വാട്ടർ അതോറിറ്റിയിലാവട്ടെ, ഓരോ വിഭാഗത്തിലും എവിടെയൊക്കെ സ്വന്തക്കാരെ, യോഗ്യതയില്ലാത്തവരെ കുത്തിനിറക്കാൻ കഴിയും അവരെയൊക്കെ പിൻവാതിലൂടെ തിരികെ കയറ്റുന്നു എന്നതാണ് ഈ ഇടങ്ങളിലെ ഒരു പ്രത്യേകത. അത് റാങ്ക് ലിസ്റ്റിലുള്ളവരെ അപമാനിക്കുന്നത്, അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. കാരണം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ട് അഡ്വൈസ്
മെമ്മോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ മുൻപി കൂടി ഈ ടെസ്റ്റും പരീക്ഷയിലും തന്നേക്കാൾ പുറകിൽ നിൽക്കുന്നവരോ ആ ടെസ്റ്റോ പരീക്ഷയോ എഴുതാത്തവരോ പിൻവാതിൽ നിയമനം തേടി പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നുവെങ്കിൽ അത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. മീറ്റർ റീഡർ തസ്തികയിലാണ് ഇപ്പോൾ താൽക്കാലിക നിയമനങ്ങൾ തകൃതിയായി നടന്നത്. അവിടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഇരിക്കുമ്പോൾ ഇത്തരം നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. സർക്കാർ ശ്രദ്ധിക്കണം എന്നതാണ് നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നത്. എല്ലാവരും